ഇപ്പോൾ ചർച്ച മുഴുവൻ ഡൽഹി തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം ഉത്തർപ്രദേശിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ അയോധ്യ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ BJP തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ കാരണം 2027 തന്നെ വീണ്ടും അവിടെ ഒരു ഇലക്ഷൻ ഉണ്ട്. അങ്ങനെ മൂന്നാം തവണയും യോഗി അധികാരത്തിൽ വരുമോ അവിടെ? ഇതിപ്പം രാജ്യം മുഴുവന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആഘോഷ ലഹരിയിൽ നിൽക്കുന്നത് പോലെയാണ്. ഡൽഹിയിലെ വിജയാഹ്ലാദം, അതിനോടൊപ്പം തന്നെ UP-യിലെ മിൽക്കിപൂറിലെ ആ മണ്ഡലം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. അത് ചില വാർത്താമാധ്യമങ്ങളൊക്കെ തമസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ അത് വളരെ ശ്രദ്ധയോടുകൂടി അത് കാണുകയും അതിനെക്കുറിച്ച് നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഈ അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലമാണ്. അയോധ്യയിലെ ക്ഷേത്രം പണിത നരേന്ദ്രമോദിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്നൊക്കെ പറഞ്ഞായിരുന്നു അവർക്ക് അവിടെ ആഘോഷിച്ചത്. BJPക്ക് പരാജയമുണ്ടായ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇപ്പോൾ മിൽക്കിപൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിന് വഴിവെച്ചതെന്ന് പറയുന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ നിന്നുള്ള MLA വിജയിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ്. പകരം ഇറക്കിയത് ആരെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ ഇറക്കി. പക്ഷേ ഇവിടെ BJP സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നത് ഏതാണ്ട് 60,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വലിയൊരു വിജയം തന്നെയാണ്. അത് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP-യിൽ BJPക്ക് ഒരല്പം ഇടിവ് സംഭവിച്ചു. UP ആര് പിടിക്കുന്നുവോ അവരായിരിക്കും രാജ്യം ഭരിക്കുന്നത് എന്നൊരു പറച്ചിലുണ്ട്. അവിടെ ഒരു ഇടിവ് സംഭവിച്ചപ്പോൾ ഈ ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ള അവർ വളരെ വലിയ രീതിയിൽ അത് ആഘോഷിക്കുകയും ചെയ്തു. കാരണം രാജ്യം നമ്മുടെ കൈകളിലേക്ക് വരികയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനൊക്കെ തിരിച്ചടിയാണ് ഇപ്പോൾ പലയിടങ്ങളിലും അത് ഒരു പരിധിവരെ ശരിയുമായിരുന്നു. 2014-ലും 2019-ലുമെല്ലാം വലിയ തരംഗമായിരുന്നു BJPക്ക് അവിടെ ഉണ്ടായിരുന്നത്. ആദ്യം 70 സീറ്റിലധികം, അടുത്ത് 2019 വരുമ്പോൾ അത് 60 സീറ്റിലധികം നേടാൻ കഴിയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 40-ന് താഴേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതാണ് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫൈസാബാദ് മണ്ഡലം, അത് അയോധ്യ ഉൾപ്പെടുന്ന മേഖലയാണ്. അവിടെ വർഷങ്ങളായി തന്നെ മുൻപ് പല തെരഞ്ഞെടുപ്പുകളും അവിടെ BJPയുടെ കയ്യിലിരുന്നതാണ്. ഇപ്പോഴായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെ ആ മണ്ഡലത്തിൽ വലിയ വിജയമാണ് BJP സ്വപ്നം കണ്ടിരുന്നത്. പക്ഷെ അവിടെ ദയനീയമായി തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതിനൊരു മധുര പ്രതികാരമല്ലേ ഈ വിജയം? അതാന്നു കാരണം ഇനിയിപ്പോൾ വീണ്ടും UP മുഴുവൻ BJPയുടെ അടുക്കലേക്ക് മാറുന്നു എന്നുള്ളതാണ് ചിത്രം തെളിയുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ രക്ഷപ്പെട്ടു നിൽക്കുന്നുണ്ടല്ലോ. അവരുടെ ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഇവരെല്ലാം തന്നെ, നെഹ്റു കുടുംബം ഒക്കെ തന്നെ ആധിപത്യം സ്ഥാപിച്ചു നിന്ന ഇടമാണ്. അവിടെ നിന്ന് രക്ഷയില്ലാതെ വന്നപ്പോഴല്ലേ 2014-ലും 2019-ലും ഇങ്ങോട്ടേക്ക് വന്നത്. അതും കഴിഞ്ഞ് ഇപ്പോൾ കൊണ്ടുവന്നിറക്കി പെങ്ങളെ കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഇനിയും വലിയ പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കോൺഗ്രസ് വലിയ പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതും ഡൽഹിയിൽ സംപൂജ്യരായി മാറുന്നു എന്നുള്ള ഒരു കൗതുകകരമായ കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് യോഗിക്ക് വലിയ ഒരു ആധിപത്യം ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദി ഇനിയും 4ാം വട്ടവും അധികാരത്തിൽ വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ 2024-ലെ പരാജയത്തിന് ശേഷം എല്ലാവരും പറഞ്ഞിരുന്നതാണ്, പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നു, 2027-ലെ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ അഖിലേഷ് യാദവ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ ഇതിനു മുൻപും ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ 8 സീറ്റുകളിലും യോഗിയുടെ നേതൃത്വത്തിൽ BJP എന്നെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യോഗി 2017-ലായിരുന്നു ആദ്യമായി അധികാരത്തിൽ വന്നത്. പിന്നീട് 2022-ലും അധികാരത്തിൽ, 2027-ലേക്ക് അദ്ദേഹം തുടർച്ചയായി അങ്ങനെ വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 2024-ലെ തിരിച്ചടിയിൽ നിന്നും പാഠം പഠിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഇനി ഈ കുംഭമേളയൊക്കെ ഒരു വലിയ UPക്ക് ഒരു വലിയ മൈലേജ് അല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ അവിടേക്ക് എത്തുകയല്ലേ. അവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വല്ലാത്തൊരു മാറ്റമാണ്. ഒരു തീർത്ഥ സംഗമ ഭൂമിയായി മാറുകയാണ് UP എന്നുള്ളതാണ്.
അപ്പോൾ യു പിക്ക് എല്ലാ തരത്തിലും വേറൊരു പരിവേഷമാണ് ഇന്ത്യയിൽ ലഭ്യമാകുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും. ഇതിലൂടെ അവിടെ മുഴുവൻ ആ സംസ്ഥാനത്തെ ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ പോലും ഒരു പ്രത്യേകമായ തരത്തിലുള്ള ഇടം പിടിക്കാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് യോഗി തന്നെയാണ്. അപ്പോൾ ഈ മറ്റൊരു ചോദ്യം, ഈ 2027 ഇലക്ഷനിൽ യോഗി തന്നെ ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് മറ്റൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു, മോദി വിരമിക്കുന്നു എന്ന രീതി. അത് പ്രായത്തിന്റെ പേരല്ലേ. ഇപ്പൊ നോക്കിക്കോ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കാണുന്നത് ഡൽഹിയിൽ നിറഞ്ഞു നിന്നത് ആരായിരുന്നു? നരേന്ദ്രമോദിയാണ്. കേജ്രിവാളിനോട് എതിരിട്ടത് മുഴുവൻ നരേന്ദ്രമോദിയാണ്, അല്ലെ? കേജ്രിവാളിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നതും ആർക്ക് തന്നെയായിരുന്നു? നരേന്ദ്രമോദിക്ക് തന്നെയാണ്. അത് നരേന്ദ്രമോദിയുടെ വിജയമായിട്ടാണ്. അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയിട്ടില്ലല്ലോ, മോദി തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രായത്തിൻ്റെ പേരിൽ ഇടയ്ക്ക് സെപ്റ്റംബറിൽ വെച്ച് മോദി അധികാരം ഒഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ് അതൊക്കെ പാർട്ടിയുടെ കേഡർ പാർട്ടിയാണ്, പാർട്ടിക്കകത്തെ കാര്യങ്ങളാണ്. അവർക്ക് അങ്ങനെയാണെങ്കിൽ മോദി പ്രധാനമന്ത്രിയായി തുടരുകയും ചെയ്യും, ഉത്തർപ്രദേശിൽ യോഗിയും തുടരുകയും. ഇനി നാലാമതും മോദി തന്നെ അധികാരത്തിലേക്ക് വരും, അല്ലെങ്കിൽ മോദിയെ നിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും അടുത്ത 29 തിരഞ്ഞെടുപ്പിനും BJP നേരിടാൻ പോകുന്നതെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം മോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിൻ്റെ ദയനീയമായിട്ടുള്ള പരാജയം, ഇത് ഒരു വല്ലാത്ത പരാജയമല്ലേ? കോൺഗ്രസ്സിന് ഓരോ ദിനം കഴിയുന്തോറും പലതരത്തിലുള്ള അന്ത്യം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആ പ്രസ്ഥാനത്തെ തന്നെ തൂത്തെറിയുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ യു പിയിലെ സംഭവത്തിലൂടെ ഇവർ കോൺഗ്രസ് ഒരല്പം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തി നിന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയത് എത്രയായിരുന്നു? 40 സീറ്റാണല്ലോ, 40-ൽ താഴെയാണ്. ആ 40-ൽ താഴെ വന്നപ്പോൾ അവർക്ക് അമിത ആഹ്ലാദമാണ്. ആ ആഹ്ലാദം ഒന്നും ഇനിയും വില പോകില്ല എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം പോലും അത് ചില ഭാവിയിലെ ചില കാര്യങ്ങൾ ഒരു സൂചന നൽകുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് യു പിയിലെ ഈ മിൽക്കിപ്പൂർ തെളിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പൂർണ്ണമായി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? അങ്ങനെ BJP എന്ന ഒറ്റ പാർട്ടിയിലേക്ക് ഇന്ത്യ ചുരുങ്ങുകയാണോ? ഇത് സംഭവിക്കുന്ന ഡൽഹി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ? ഇന്ത്യ മുന്നണി ശിഥിലമായി. ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് പലതരത്തിലുള്ള വിജയമാണ്. ഒന്ന് BJPയുടെ വിജയം, 4 നൂറ്റാണ്ടിന് ശേഷം BJP അവിടെ അധികാരത്തിൽ വരുന്നു, ആം ആദ്മിയെ തളർത്തുന്നു, കോൺഗ്രസിന് നിലം പരിശാക്കുന്നു, ഇന്ത്യ മുന്നണി ഇല്ലാതാകുന്നു. അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? BJPയുടെ തേരോട്ടമാണ് അങ്ങോട്ട് കൂടുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കും, ദക്ഷിണേന്ത്യയിലേക്കും ഇത് വളരെ ശക്തമായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളതാണ് തെളിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.